പണ്ടൊക്കെ ഞാൻ വീട്ടിലുള്ള സമയത്ത് നോമ്പാവാറായി എന്ന് എങ്ങനെയാ മനസ്സിലാവാന്നറിയോ? ഒന്ന്, വീട്ടിലുള്ള സകലമാന പാത്രങ്ങളും കട്ടിലും കസേരയും എല്ലായിടത്തുള്ള ഉമ്മിയുടെ ഒരു വൃത്തിയാക്കലുണ്ട്. രണ്ട്, വെളുപ്പാങ്കാലത്ത് തന്നെ ഉമ്മിയും ലളിത ചേച്ചിയും കൂടി അരിയും ഗോതമ്പും മല്ലിയും മുളകും മഞ്ഞളും എന്നു വേണ്ട എല്ലാ വക ഐറ്റംസും തോട്ടി കൊണ്ടുപോയി കഴുകി വാരി ഉണക്കി പൊടിപ്പിക്കാൻ കൊടുത്തുവിടും അടുത്തുള്ള മില്ലിൽ. അന്നൊക്കെ നമ്മൾ ചോദിക്കും, എന്തിനാ ഈ ഇടങ്ങേറ് പിടിച്ച പണിക്ക് നിൽക്കണേ, കടയിൽ നിന്ന് റെഡിമെയ്ഡ് പാക്കറ്റ്സ് വാങ്ങിയാൽ പോരേന്ന്. ഇപ്പോൾ ഒറ്റയ്ക്ക് പാക്കറ്റ് പൊടി വാങ്ങി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴല്ലേ ഉമ്മ എന്തിനാ ഈ കഷ്ടപ്പാടൊക്കെ പെട്ടതെന്ന് മനസ്സിലായത്. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ അരിപ്പൊടി എപ്പോഴും കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ വീഡിയോസിൽ, ദോശയ്ക്കും അപ്പത്തിനും എല്ലാം ഞാൻ അതാ യൂസ് ചെയ്യാറ്. ഈ തവണ നോമ്പിന് ഞാനും എന്തായാലും അരിയൊക്കെ വാങ്ങി പൊടിപ്പിക്കണമെന്ന് ഓർത്തിരുന്നതാ. അതിന് പറ്റിയ സ്ഥലം അന്വേഷിച്ചപ്പോഴാണ് ഷാബിയ 11-ലുള്ള ഉമ്മീസ് ഫ്ലോർ മില്ലിനെ പറ്റി അറിഞ്ഞത്. അവിടെ ചെന്നപ്പോൾ അത് ജസ്റ്റ് ഒരു ഷോപ്പ് മാത്രമല്ല, ഔട്ട്ലെറ്റിനോട് ചേർന്ന് തന്നെ സ്വന്തമായി അവർക്ക് മില്ലൊക്കെ ഉണ്ട്. അരിപ്പൊടിയും പുട്ടുപൊടിയും റാഗിയും ആട്ട തൊട്ട് അങ്ങനെ എല്ലാ മസാലപ്പൊടികളും സ്പൈസസും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ അവിടെ നമുക്ക് കിട്ടും. റേറ്റ്സ് ആണെങ്കിൽ നമ്മൾ ലുലുന്ന് നെസ്റ്റോയിൽ നിന്നൊക്കെ വാങ്ങുന്ന അത്രയും തന്നെയുള്ളൂ, അല്ലെങ്കിൽ അതിൽ കുറവേ ഉള്ളൂ. നമ്മൾ പിന്നെ എളുപ്പപ്പണിയുടെ ആൾക്കാരാണല്ലോ. ഈസിയായി ഞാൻ ഉമ്മീസിൻ്റെ അരിപ്പൊടി കൊണ്ട് ഇന്നൊരു അപ്പം ഉണ്ടാക്കി. തലേ ദിവസം കലക്കി വെക്കലൊന്നും വേണ്ട, 1.5 മണിക്കൂർ കൊണ്ട് മാവ് ഫെർമെൻ്റായി കിട്ടും. നോമ്പൊക്കെ വരികയല്ലേ, ഷാബിയിലുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പോയി നോക്കിക്കോളൂ നോമ്പ് ഷോപ്പിങ്ങിൻ്റെ ഭാഗമായിട്ട്. എന്തായാലും നിങ്ങൾ അവിടെ പോയാൽ ജസ്റ്റ് അരിപ്പൊടി മാത്രമായിട്ടായിരിക്കില്ല തിരിച്ചു വരിക, കൈ നിറയെ സാധനങ്ങളുണ്ടാവും. എൻ്റെ അടുത്ത ഷോപ്പിങ്ങിനുള്ള ലിസ്റ്റ് ഞാൻ ഇപ്പോഴേ തയ്യാറാക്കി കഴിഞ്ഞു.